ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. ഇന്നലെ വരെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരരുതെന്ന് വളരെയധികം ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഈ ഒരു വഴിയിലൂടെ ആരെങ്കിലും വരാതിരിക്കട്ടെ, ഇനി അഥവാ വരുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോ ചെയ്തു വെക്കുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഫെമിലിയർ അല്ല എങ്കിലും നിങ്ങളിൽ ചിലരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിലൊന്നും ഇതുവരെ ഒരു സൂചന പോലും ഇതിനെക്കുറിച്ച് തന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എൻ്റെ സന്തോഷങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സങ്കടങ്ങളൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി, സന്തോഷങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്, സങ്കടങ്ങൾ കൂടി ഷെയർ ചെയ്യണം. അങ്ങനെ ഒരു സങ്കടം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു അസുഖമായിട്ട് വല്ലാത്ത പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് CKD ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഞങ്ങള് എന്താ പറയുന്നേ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. CKD മീൻസ് ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറച്ച് നാളുകളായി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും, അതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസിലും ചിരിച്ചും കളിച്ചും നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം നിങ്ങളിലേക്കും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും എത്തിക്കേണ്ട എന്ന് വിചാരിച്ച് പല സിറ്റുവേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഇപ്പൊ നമ്മൾ വളരെയധികം സങ്കടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സങ്കടത്തിൽ നമ്മുടെ കൂടെ ഒരുപാട് പേര്, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മുടെ കൂടെ നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും ഇല്ലാതിരുന്നപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി പേര് എന്താ പറയുന്നത് ആശ്വാസമായിട്ടും അതുപോലെ തന്നെ താങ്ങായിട്ടും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെയൊക്കെ പേരെടുത്ത് പറയണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ഞാൻ അതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഇതൊക്കെ തരണം ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്, ഇതിന്റെ പിന്നിൽ നമുക്ക് കുറേ സപ്പോർട്ട് തന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല, എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഇത്രേ ഉള്ളൂ, എല്ലാവരുടെയും പ്രാർത്ഥന മാത്രമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളിപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല പോലെ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം. എന്താ പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഓരോ മെന്റൽ സപ്പോർട്ടും നമുക്ക് വളരെ 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 ഒരു എന്താ പറയുന്നത് വാല്യുബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമാണിത്. പലപ്പോഴും നമ്മൾ ഒരു അസുഖം വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നിൽക്കുന്നവരടുത്ത് നമ്മൾ പോട്ടെ അല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും നമ്മൾ അതിനെ ഫേസ് ചെയ്യുമ്പോഴാണ്, നമ്മളതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ മാക്സിമം നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ എൻഡില് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോ ഞങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് ഓവർകം ചെയ്ത് മുന്നോട്ട് നമ്മുടെ പഴയൊരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കുറെ നാളുകളായിട്ട് എനിക്ക് വീഡിയോ പോലും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സന്തോഷം മാത്രമല്ല സങ്കടങ്ങൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കടന്നു പോകുന്നതെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുക. പിന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യുക. നമ്മൾ മുന്നിലൊരു കുഴി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുഴിയെ ഒരിക്കലും മറികടന്ന് പോകാൻ പറ്റില്ല. നമ്മൾ എന്താണെങ്കിലും ആ കുഴിയെ മറികടന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒന്നിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ മനസ്സ് വിഷമിപ്പിക്കാതെ നമ്മൾ എല്ലാം ശരിയാകുമെന്ന ഒരു ഉറച്ച ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഇത്ര നാളും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പല വീഡിയോസിലും എന്നെ പ്ലസന്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക്
കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. കാരണം ഇപ്പോഴും എനിക്ക് അടുത്തറിയാവുന്ന പലർക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവരോടൊക്കെയാണ് ഞാൻ പറയാതിരുന്നത്. എന്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് എന്ന് എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ വിനിയോഗിക്കുകയാണ്. വേറൊന്നുമല്ല, എന്റെ കൂടെ അന്നുണ്ടായ എന്റെ കൊളീഗ്സിന് അറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യവും എന്നുള്ളത്. വേറൊന്നുമല്ല കേട്ടോ, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇപ്പോ എനിക്ക് വരുന്ന ഡോക്ടർ എക്സ്പെൻസും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ബാക്കിയുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതായത് എനിക്കും ഹസ്ബൻഡിനും ജോലി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ മന്തിലുള്ള എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ഡോക്ടർ ഫോളോ അപ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പതാ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇത്രയും കാലം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോ നമ്മുടെ ഫാമിലിയിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. അപ്പോ ഇതുപോലെയുള്ള സാഹചര്യം ഇല്ലാത്ത പലരും ഉണ്ടാവില്ല, അതായത് ജോലിക്ക് പോയി പോലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പലരും ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് ബാധിച്ചു കിടക്കുന്നവര്. അപ്പൊ അതുപോലെയുള്ള ആളുകൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി ഇനീഷ്യേറ്റ് എടുത്തത്. പക്ഷേ പല സാഹചര്യങ്ങളും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പല സാഹചര്യത്തിലും ഞാൻ തന്നെ ഡൗൺ ആയി പോയി. അങ്ങനെ പല 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 സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് ഇതുവരെ എന്റെ ചാനൽ ഒന്ന് എന്താ പറയുന്നത് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിപ്പോ വിചാരിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ എന്റെ എല്ലാ വീഡിയോസും ഇട്ട് അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു വഴിയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഇട്ട് ഞാൻ എന്റെ ചാനൽ ആക്റ്റീവ് ആക്കി ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ ആ ഒരു വരുമാനം ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ പോലെ അസുഖങ്ങൾ ബാധിച്ച് പല 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 അസുഖങ്ങൾ ബാധിച്ചിട്ട് ചികിത്സയ്ക്ക് പണമില്ലാത്തവരെ സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പഠിച്ചവൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യുന്നു. ആമീൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വഴിയിൽ നിങ്ങളും കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നമ്മൾ അത്ര വലിയൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് അതിന്റെ എൻഡിലെത്തി അതിന്റെ സക്സസ്സിലെത്തി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ.